നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 മാർച്ച് മാസം 3-ാം തീയതി 1200-ാം ആണ്ട് കുംഭമാസം 19-ാം തീയതി തിങ്കളാഴ്ചയാണ്. ഇന്ന് അശ്വതി നക്ഷത്രമാണ്. നക്ഷത്രം നോക്കുമ്പോൾ അശ്വതി നക്ഷത്രത്തിലാണ് ഇന്ന് ഉദയം വന്നിരിക്കുന്നത്. അശ്വതി നക്ഷത്രം തിങ്കളാഴ്ച എല്ലാം കൊണ്ടും ശുഭപ്രദമായ ഒരു ദിവസമാണ്, ശുഭദിവസമാണ്. നല്ല നക്ഷത്രം, നല്ല ദിവസം. ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ശരിക്ക് ജ്യോതിഷത്തിൽ നക്ഷത്രത്തിൻ്റെ അല്ലെങ്കിൽ പിതാവ് സൂര്യനാണെങ്കിൽ മാതാവാണ് ചന്ദ്രൻ. അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് ചന്ദ്രന്. ഭൂമിയുമായിട്ട് അത്രയ്ക്ക് ബന്ധമുള്ള രണ്ട് ഗ്രഹങ്ങളാണ് ഇവർ രണ്ടുപേരും, സൂര്യചന്ദ്രന്മാർ. അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യമുള്ള രണ്ട് ഗ്രഹങ്ങളിൽ ചന്ദ്രൻ്റെ ദിവസമാണ് ചന്ദ്രൻ ഇന്ന് നമുക്കൊരാഴ്ചയുടെ ആരംഭമാണ്. എന്ത് കാര്യത്തിന് ഇറങ്ങി കാര്യങ്ങൾ വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് സന്തോഷത്തോടു കൂടി ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങണം. നിങ്ങൾ ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് വരും. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു ആഴ്ചത്തെ ഫലത്തെ ചിന്തിക്കും. ബർത്ത്ഡേ വന്നിട്ടുള്ള ആഴ്ചയുടെ ഫലമല്ല, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേ. ബർത്ത്ഡേയുടെ ഫലം ചിന്തിക്കുമ്പോൾ വാർഷിക ഫലമാണ്, ഒരു വർഷത്തെ ഫലത്തെ ആയതുകൊണ്ടാണ് ബർത്ത്ഡേക്ക് നമ്മൾ ഇത്രയും പ്രാധാന്യം കൊടുക്കണേ. വന്നിട്ടുള്ളവർക്ക് ഈ വർഷം നിങ്ങൾക്ക് അശ്വതി നക്ഷത്രത്തിലാണ് വന്നത്. വളരെ കഷ്ടകാലമൊക്കെ വരുമെങ്കിൽ പോലും നമുക്ക് ഈ ഒരു വർഷം നിങ്ങളെ സംബന്ധിച്ചോളം, അതായത് കുംഭമാസത്തിൽ അശ്വതി നക്ഷത്രത്തിൽ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് കുറേ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരും. സന്തോഷപ്രദമായ അവസ്ഥകൾ വന്നു ചേരും. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ്. അതുപോലെ വീട് വെക്കാൻ ആഗ്രഹിക്കുകയോ വീട് വാങ്ങാനോ അല്ലെങ്കിൽ പുതുക്കി പണിയാനോ ശ്രമിക്കുന്നവർക്ക് അനുകൂലപ്രദമായ ഒരു കാലഘട്ടമാണ്. വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ വിദേശത്തിരിക്കുന്നവർ മൈഗ്രേറ്റ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര തിരിക്കാനോ വിദേശത്ത് പഠിക്കാൻ പോകാനോ ഇതിനൊക്കെ ഏറ്റവും കൊള്ളാവുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾക്കെന്നറിയുക. എന്തിനിത് പറയുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ അതിന് ശ്രമിക്കണം. നമ്മൾ ചിലപ്പോൾ ശ്രമിച്ച് പരാജയപ്പെട്ടിട്ടുണ്ടാവാം. ഇപ്പോൾ നമ്മൾ ശ്രമിച്ചാൽ അത് വിജയിക്കും. അതുപോലെ തന്നെ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാലത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. രാഹുകാല സമയം ഇന്ന് 7:30 മണി മുതൽ 9 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 7:30 തുടങ്ങൂല. 7:57 രാഹുകാലം ആരംഭിക്കുന്നത്. അതുപോലെ 9 മണി 27 മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ രാഹുകാല സമയം നമുക്ക് ഒരു ശുഭയാത്രയ്ക്ക് നല്ലതല്ല. അപ്പോൾ ഒന്നുകിൽ നമ്മളിന്ന് പുതിയ ദിവസം പുതിയ ആഴ്ചയുടെ ആരംഭത്തിലേക്ക് പോവുകയാണ്. രാഹുകാലത്തിന് മുമ്പോ രാഹുകാലത്തിന് ശേഷമോ യാത്ര തുടങ്ങുക. അതുപോലെ ഒരു കാര്യത്തിനും കൊള്ളാത്ത രണ്ട് സമയങ്ങളാണ് ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. ഗുളികകാല സമയം വരുന്നത് ശരിക്ക് 2 മണി 5 മിനിറ്റ് തൊട്ട് 3 മണി 34 മിനിറ്റ് വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 11:08 തൊട്ട് 12:36 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിന് നല്ലതല്ല. അതുപോലെ തന്നെ നമുക്ക് ഒരു ശുഭകാര്യത്തിനും നല്ലതല്ല. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അഭിജിത്ത് മുഹൂർത്തം. എല്ലാ ദിവസവും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. എന്ത് ദോഷമുണ്ടെങ്കിലും അതിനെ മാറ്റാനുള്ള ശക്തി അഭിജിത്തിനുണ്ട്. അഭിജിത്തിൻ്റെ സമയമാണ് 12:12 തൊട്ട് ശരിക്ക് 1 മണി വരെ. ഇതിൽ 4 മിനിറ്റ് നേരം ഇടയ്ക്ക് പോകുമെങ്കിൽ 44 മിനിറ്റ് നേരമുണ്ട് അഭിജിത്ത് മുഹൂർത്തം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. വെളുത്ത വസ്ത്രമോ അതുപോലെ ശരിക്കും പേളിൻ്റെ കളറിലുള്ള വസ്ത്രമോ ഒക്കെ ധരിച്ചുകൊണ്ട് ഓരോ കാര്യത്തിന് പോകുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ അതേ കളറിലുള്ള ഒരു കർച്ചീപ്പെങ്കിലും കരുതുക. കാരണം പ്രപഞ്ചത്തിൽ ചന്ദ്രൻ്റെ പ്രകാശമുണ്ട്. ഇന്നത്തെ ചന്ദ്രൻ അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ദിവസമാണ്. ഇതിൽ നിന്ന് നമ്മളിലേക്ക് ആ പ്രകാശകിരണങ്ങൾ നമ്മളിലേക്ക് ആഗിരണം ചെയ്യാൻ വേണ്ടി വസ്ത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.